ഹായ്, ഇന്ന് നമുക്കൊരു അടിപൊളി എഗ്ഗ് പുലാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടി പുലാവിന് പറ്റിയ ബസ്മതി റൈസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഞാൻ വെള്ളമൊഴിച്ച് ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഹാഫ് കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കുതിർത്ത് വെക്കുകയാണ്. ഒരു 6 സവാള ചെറുതാണ്, അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തോടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി അതും കൂടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ ഒരു 5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ സാധനമാണ് മല്ലിയില. ഇതിൻ്റെ തണ്ട് മാത്രം മുറിച്ചിട്ട് സെപ്പറേറ്റ് അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കണം. നമ്മളൊരു മസാല ഉണ്ടാക്കും ഇതിന് വേണ്ടിയിട്ട്, എഗ്ഗ് മസാല. അതിൽ ചേർക്കാനാണ് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നത്. ഇനി ബാക്കിയുള്ള ഇലയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പം ആദ്യം തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കാം. 1 ഗ്ലാസ് റൈസാണ്, അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ റൈസ്. അതിലേക്ക് ഒരു ബേ ലീഫ്, 2 പട്ട, ഒരു 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവനൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചാനലും ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, വീഡിയോ ഒക്കെ മറ്റുള്ളവരിലൊക്കെ എത്തിക്കുക. നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു പുലാവാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. തീർച്ചയായും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, ട്രൈ ചെയ്യണം ഒരു തവണയെങ്കിലും. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പാകം നോക്കാം. കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ അതേ ബിരിയാണി പോട്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് റൈസ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. കുക്കിംഗ് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ജാതിപത്രി, ഒരു ബേ ലീഫ്, ഒരു 2 ഗ്രാമ്പു, ഒരു 2 പട്ട, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. അത്യാവശ്യം വഴറ്റി വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈരായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ഈ മുട്ടയും ഈ മസാലയും കൂടി ഒരേപോലെ ഒരുമിച്ച് വഴറ്റിയെടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുറച്ച് കടും കൂടി ഞാൻ ബാക്കിയുണ്ടായിരുന്നു അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയുടെ തണ്ട് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് പ്രധാനപ്പെട്ടൊരു പാർട്ടാണ് ഇതിൻ്റെ.
തണ്ട് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം. ഓക്കെ, മുട്ട മസാല ഒരുമിച്ച് നന്നായിട്ട് വഴറ്റി കുറച്ച് നേരം വഴറ്റിയെടുക്കണം. 2 മുട്ട പുഴുങ്ങിയത് നമുക്ക് ചീകിയെടുക്കണം. അതിൻ്റെ മഞ്ഞക്കരവും വെള്ളയും രണ്ടും കൂടി ഒരുമിച്ച് ചീകിയെടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൈസിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മളെ മസാല റെഡിയാണ്. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം പോലെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മസാല മാത്രം നമുക്ക് മാറ്റിയെടുക്കാം അതിൽ നിന്ന്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ആ മുട്ട മിക്സ് ഉണ്ടല്ലോ, മല്ലിയിലയും കൂടിയുള്ള അത് ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായി പരത്തിയെടുക്കാം. മസാലയും കൂടി ഇതിന് മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. ശകലം നെയ്യും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി മല്ലിയില അതും ഇതിന് മേലെ വിതറി കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അത് വെക്കാം. നമുക്ക് ഈ ഗ്യാപ്പിൽ നമുക്ക് ഇതിന് പറ്റിയ ഒരു നല്ലൊരു റൈത്ത ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കട് എടുത്തിട്ടുണ്ട്, 1 തക്കാളി, ചെറിയ തക്കാളി, 1 കുഞ്ഞി സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കൂട്ടി തിന്നാനായിട്ട്. അപ്പോൾ നമ്മളെ റൈത്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ റൈസ് നോക്കാം. നല്ല അടിപൊളി നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എഗ് പുലാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇനി അതിലെത്തി കുറച്ച് റൈത്ത ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിച്ചു നോക്കാണ്. സൂപ്പർ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ എഗ്ഗ് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.